ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. പാലാട എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ഇനിയിപ്പോൾ എല്ലാ നാട്ടിലും ഇതേ പേര് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പാലാട എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ വെജ് കറിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ നോൺ വെജ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഈ പാലാട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ പാലാട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഈ പാലാട എന്ന് പറയുന്നത് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയത്, ഈ കപ്പ് സെയിം കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് 2 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ ഏത് കപ്പ് കൊണ്ടാണോ നിങ്ങൾ എടുക്കുന്നത് ആ കപ്പ് കൊണ്ട് തന്നെ സെയിം അളവ് വേണം തേങ്ങയും അതുപോലെ തന്നെ അരിയും എടുക്കാനായിട്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും, അതായത് തേങ്ങയും അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ നമുക്കപ്പോൾ എടുത്തു വെച്ച തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അരിയും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക, അതായത് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയിരിക്കുന്ന തണുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അതിനോടൊപ്പം തന്നെ ആ ഒരു എടുത്ത് വെച്ച കോഴിമുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് തണുത്ത വെള്ളം ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സി യൂസ് ചെയ്ത് അടിക്കുമ്പോൾ അതിന് നല്ല ചൂട് വരും. ചൂട് വരുമ്പോൾ ആ മാവിലേക്ക് നമ്മൾ ഈ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് ഉറച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുന്നത് ഒരു അരിപ്പയിലൂടെയാണ് കേട്ടോ. ഇത്തിരി ഇങ്ങനെ അതിങ്ങനെ ഇത്തിരി അകന്ന് നിൽക്കുന്ന അതിൻ്റെ ഹോൾസൊക്കെ ഉണ്ടല്ലോ, കുറച്ച് അകന്ന് നിൽക്കുന്ന ടൈപ്പ് അരിപ്പ എടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതിലൊഴിച്ചിട്ട് അരിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും 1 കപ്പും കൂടി തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ സത്തൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി കളയാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. നോക്കൂ. അപ്പോൾ ഇതൊരു ദോശയുടെ ഒക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഡയറക്റ്റ് തന്നെ നമുക്കിപ്പം തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ആ തീ വളരെ സിമ്മിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലൊരല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുത്തതാണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കല്ല, ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. തീ വളരെ സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സിമ്മിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളുടെ പാലാട ഇപ്പോൾ റെഡിയായോ നമുക്ക് നോക്കാം. ഇതവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് എടുക്കാം. സ്പാച്ചുല വെച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇതാണ് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചിലർ ഇതിങ്ങനെ പാത്രം കമത്തി പിടിച്ചിട്ട് എടുക്കാറുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ആ പാലാട ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുവേ. അപ്പം നമുക്ക് വീണ്ടും അതിലൊന്ന് ടിഷ്യൂവിൽ ഞാനൊരല്പം എണ്ണ തൂവി കൊടുക്കുന്നതാണ് കേട്ടോ.
വീണ്ടും അതുപോലെ തന്നെ സെയിം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ്, ഒരു ഹോള് പോലെയൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ വശത്തൊന്ന് ഒരു അല്പം ബാറ്റർ എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ആയിക്കോളും. ഇനി ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് എടുക്കുകയാണ് ചെയ്യാറ് എപ്പോഴും. അതാണ് എനിക്ക് ഈസി ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തു കൊടുക്കാം. ഞാനിവിടെ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ കറക്റ്റ് 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈ പാലാട. എല്ലാവർക്കും ഈ ഒരു ഇത് ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നോൺ വെജ് ഐറ്റംസ്, ചിക്കൻ കറി, അതുപോലെ എഗ് റോസ്റ്റ്, മട്ടൻ കറി, എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ പൊട്ടാറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയതുകൊണ്ട് ഞാനിപ്പോൾ വെജ് കറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.